ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഉള്ളി തീയലാണ്. തീയൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഉള്ളി. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാന് വയ്ക്കാം. പാന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു അരമൂടി തേങ്ങയുടെ മുക്കാലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അരമൂടി തേങ്ങയുടെ മുക്കാലും എടുത്തിട്ടുണ്ട്. അത്രയും തേങ്ങ ചിരവിയിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തേങ്ങ നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ അത് വഴറ്റി കൊണ്ടിരിക്കണം. അപ്പോൾ ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം കരിഞ്ഞു പോകും. അപ്പം മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഈസിയാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിയുള്ളവർ അങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പുളി ഒഴിച്ച കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉലുവയുള്ളത് നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്താ, ഞാൻ കുറച്ച് നേരം വഴറ്റിയപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര മാത്രമേ ഇതിൽ ചേർക്കാനുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഒന്നില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളിടുക, അല്ലെങ്കിൽ ഓഫാക്കിയ ശേഷം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാനൊരു എരിവിന് ആവശ്യമായ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇടുന്ന സ്പൂൺ വലുതാണ്, അതുകൊണ്ട് മുക്കാലേ ഞാൻ ഇട്ടിട്ടുള്ളൂ മല്ലിപ്പൊടിയൊക്കെ. പക്ഷെ നമ്മൾ ശരിക്കും ഒരു സ്പൂണാണെങ്കിൽ 1 സ്പൂൺ തന്നെ എടുക്കണം കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്ര ആവശ്യമുള്ളൂ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഈ ഇളക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ചൂടാറാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിനെ ഞാൻ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് 2ആയി കീറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നാരങ്ങ വലിപ്പത്തിൽ കുറച്ച് പുളി കൂടെ ആവശ്യമുണ്ട്. വാളൻ പുളിയാണ്, നല്ല പുളിപ്പുള്ള പുളിയാണ്. ഇതും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുകിട്ട് അത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കാനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ ആ പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് നല്ല ഡാർക്കൊന്നും ആവണ്ട, അത്യാവശ്യം ഒന്ന് 2 മിനിറ്റ് കൂടെ വഴറ്റിയെടുത്തപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഇടാവുന്നതാണ്, നോക്കിയിട്ടാൽ മതി. ഇനി ഞാൻ ആ പുളിയെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ പുളിയിൽ തന്നെ ഈ ഉള്ളി ഒന്ന് വേവണം. അപ്പോൾ തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചൂടാറിയിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളം ആവരുത്. നമ്മുടെ കറി നല്ല വെള്ളം പോലെയുള്ള കറിയല്ല, കുറച്ച് തിക്നെസ് വേണം. അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും നമ്മുടെ കറിയിലേക്ക് തിളച്ച് വരുന്ന പുളിയും ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക, നമ്മുടെ തേങ്ങ അരപ്പ്. ഇനി ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കുന്ന വെള്ളം അത്രയും ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എക്സ്ട്രാ വേറൊന്നും ചേർക്കുന്നില്ല. പുളിവെള്ളവും ആ മിക്സിയുടെ ജാറ് കഴുകിയുള്ള വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കറിയുടെ കളർ കണ്ടില്ലേ, നമ്മൾ വറുത്തരച്ച തേങ്ങ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം ഡാർക്കാണ്. ഇനി നല്ല ഡാർക്കാവും, കുറുകി വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കറി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ കുറുകുകയും ചെയ്യും, ഒന്നും കട്ടിയാവും, അതുപോലെ തന്നെ ഡാർക്ക് കളറാവുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.